Static and kinematic indeterminacy. So first is static indeterminacy. So ഞാൻ പറഞ്ഞു ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ it can be determinate or indeterminate structure. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറിനെയാണ് നമുക്ക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സ്ട്രാ ഇക്വേഷൻസ് വേണ്ടി വരാണ് ആ ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ. സോ ആ സ്ട്രക്ചറിനെയാണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. സോ the aim of structural analysis is to evaluate external reaction, deformed shape and internal stresses in the structure. If this can be accomplished by equations of equilibrium, then such structures are known as determinate structures. However, in many structures, it is not possible to determine either the reaction or internal stresses or both using equations of equilibrium. Such structures are known as statically indeterminate structures. The indeterminacy in a structure may be external, internal, or both. A structure is said to be externally indeterminate if the number of reactions exceeds the number of equilibrium equations. Okay, so indeterminacy കണ്ടുപിടിക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസിനേക്കാളും കൂടുതലാണെങ്കിൽ ആ സ്ട്രക്ചർ എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയും. അപ്പോൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുള്ളത്, ബീംസിൻ്റെ കേസിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ, ദാറ്റ് ഇസ് SI കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഫ്രെയിംസിൻ്റെ കേസിലൊരു ഇക്വേഷനാണ് SI, ദാറ്റ് ഇസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി വിൽ ബി ഈക്വൽ ടു 3m plus r minus 3j. അതിൽ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ്, r എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ് ആൻഡ് j എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻറ്റ്സ്. നെക്സ്റ്റ് ഇസ് ട്രസ്. ട്രസിൻ്റെ ഇക്വേഷന് SI is equal to m minus of 2j minus 3. സോ ഇതിൽ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സും j എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻറ്റ്സ്. SIയിൽ m മൈനസ് 2j മൈനസ് 3 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസിയാണ് കിട്ടുന്നത്. ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് മെമ്പറിൻ്റെ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ കുറവാണെങ്കിലാണ് അവിടെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി വരുന്നത്. സ്ട്രെസ്സിൻ്റെ കേസിൽ എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനൻസി നമ്മൾ ബീംസിൽ പറഞ്ഞ പോലെ റിയാക്ഷൻസ് മൈനസ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. സോ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ഒരു ബോഡിക്ക് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റിനെ ഏതൊക്കെ ഡയറക്ഷൻ മൂവ് ചെയ്യാൻ പറ്റും അതിനെയാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി പറയണത്. സോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിൽ മെയിനായിട്ട് വരുന്ന ഫാക്ടർ. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയിൽ നമ്മൾ ഫോഴ്സസും റിയാക്ഷൻസും ആയിരുന്നു കൺസിഡർ ചെയ്യണത്. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് വെച്ചാൽ when the structure is loaded, the joint undergoes displacement in the form of translation or rotation. In the displacement based analysis, the joint displacements are treated as unknown quantities. Kinematic indeterminacies is also known as degrees of freedom. Okay, so ഇപ്പോൾ ഇവിടെ ഒരു കാൻലിവർ ബീം തന്നിട്ടുണ്ട്, ഒരു എൻഡ് ഫിക്സഡും മറ്റെൻഡ് ഫ്രീ ആണ്. ഫിക്സഡ് എൻഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് എൻഡിന് ഒരു ഡയറക്ഷനും മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, ഹെൻസ് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നതും 0 ആയിരിക്കും. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു 0. ഫ്രീ എൻഡ് ആണെങ്കിൽ 3 ഡയറക്ഷനും അതിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മൂവ് ചെയ്യാം, വെർട്ടിക്കൽ ഡയറക്ഷൻ മൂവ് ചെയ്യാൻ, റൊട്ടേഷനും നടക്കാം. സോ അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ് വരാം. ഇനി ഒരു റോളർ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മൂവ് ചെയ്യാനും പറ്റും, അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഹെൻസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ 2 ആയിരിക്കും. ഹിഞ്ച് സപ്പോർട്ടിൻ്റെ കേസിൽ ആകെ റൊട്ടേഷൻ മാത്രമാണ് പോസിബിൾ. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി 1. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഏതൊക്കെ ഡയറക്ഷനാണോ മൂവ് ചെയ്യാൻ പറ്റുക അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഓക്കെ, അതിൽ കുറച്ച് എക്സാമ്പിളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. Considering a propped cantilever beam, the displacement at fixed supports are 0. Hence, we have to evaluate only rotation at B. കാരണം എയിൽ ഓൾറെഡി 0 ആണ്, ബിയിലുള്ളത് ഒരു റോളർ സപ്പോർട്ടേക്കാണ്, അവിടെയുള്ള
ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആക്ച്വലി 2 ആണ്. 2 ഡയറക്ഷൻ മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ റൊട്ടേഷൻ മാത്രമാണ് എടുക്കുന്നത്. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി 1. ഇനി കുറച്ച് ഇക്വേഷൻസ്. പിൻ ജോയിൻറ്റഡ് പ്ലെയിൻ ട്രസ് ആണെങ്കിൽ ഇക്വേഷൻ dk is equal to 2j minus r. നെക്സ്റ്റ് നമ്മൾ ആക്സിയൽ ഡീഫോർമേഷൻസിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ വിൽ ബിക്കം dq will be equal to 2j minus of r plus m. j r നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ m നമ്പർ ഓഫ് മെമ്പേഴ്സ്, r നമ്പർ ഓഫ് റിയാക്ഷൻസ് ആൻഡ് j is the number of joints. ഇനി പിൻ ജോയിൻറ്റഡ് സ്പേസ് ട്രസ് ആണെങ്കിൽ ഇറ്റ് ഇസ് 3j minus r. ആൻഡ് ആക്സിയൽ ഡീഫോർമേഷൻ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 3j minus of r plus m. അതേപോലെയുള്ള ഇക്വേഷൻസ് ആണ് ഫ്രെയിമിൻ്റെ കേസിൽ തന്നിട്ടുള്ളത്. പ്ലെയിൻ ഫ്രെയിം ആണെങ്കിൽ 3j minus rഉം സ്പേസ് ഫ്രെയിം ആണെങ്കിൽ 6j minus r. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക്, നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് ഒരു സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ 2 മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. വൺ ഇസ് ഫോഴ്സ് മെത്തേഡ് ആൻഡ് ദി അതർ ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. സോ നമുക്ക് ഫോഴ്സ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്, in the force method of analysis, the primary unknowns are forces. In this method, compatibility conditions are written from displacement and rotation. Solving the equations, redundant forces are calculated. Once the redundant forces are calculated, the remaining reactions are evaluated by equations of equilibrium. ഇതാണ് ഫോഴ്സ് മെത്തേഡ്. ഇപ്പോൾ ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് അൺനോൺസ് ഫോഴ്സസ് ആയിരിക്കും. അതിൽ കോമ്പാറ്റബിലി ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യണത്. കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ റിഡൻഡൻറ്റ് ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ റിമൈനിങ് വരുന്ന റിയാക്ഷൻസൊക്കെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അത് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും അൺനോൺസ് ആയിട്ട് ഉണ്ടാവുക. ഇതിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എഴുതിയിട്ട് സോൾവ് ചെയ്യും. എന്നിട്ട് അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻസ് കൊടുത്തിട്ട് നെസസറി ഫോഴ്സസും ഡിസ്പ്ലേസ്മെൻറ്റ്സും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ദ പ്രൈമറി അൺനോൺസ് ആർ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. In this method, first force displacement reactions are computed and subsequently reactions are written to satisfy the equilibrium conditions of the structure. After determining the unknown displacement, the forces are calculated satisfying the compatibility conditions and force displacement relation. Okay. Here into the difference ആണ്, the difference between force method and displacement method. ഫോഴ്സ് മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിളാണ് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, അതുപോലെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, കാനീസ് മെത്തേഡ്, സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്. ഓക്കെ, ഫോഴ്സ് മെത്തേഡിന് വേറെ കുറച്ച് മെത്തേഡും കൂടിയുണ്ട്. ദാറ്റ് ഇസ് തിയറം ഓഫ് ലീസ്റ്റ് വർക്ക്, കോളം അനലോജി മെത്തേഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി അനലോജി മെത്തേഡ്. ഇനി ഫോഴ്സ് മെത്തേഡിൽ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയാണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയാണ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഫോഴ്സ് മെത്തേഡിൽ ഗവർണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ. ആൻഡ് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ദ ഗവർണിംഗ് ഇക്വേഷൻ ഇസ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഇസ് ഫൗണ്ട് ഔട്ട്, ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ആൻഡ് displacement method stiffness matrix is found out, hence it is called stiffness method. ഇത്രയാണ് ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസും